മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 65-ാമത്തെ ദശകത്തിൽ 1ഉം 2ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 1-ാമത്തെ ശ്ലോകം. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമഥ സാധയിതും പ്രവൃത്ത സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികം യമുനാവനാന്തേ. ഇവിടുന്ന് 5 ദശകങ്ങളിലായിട്ട് രാസക്രീഡയുടെ വർണ്ണനം ആണ് നടക്കാൻ പോണത്. 5 ദശകത്തിലും രാസക്രീഡയുടെ പല അതിൻ്റെ ഓരോരോ ഭാഗം ആയിട്ടുള്ളതായിട്ടുള്ള അവസാനത്തെ 69-ാമത്തെ ദശകത്തിൽ കേശവാശ്രിത എന്ന് പറഞ്ഞ ആ രാസക്രീഡ വർണ്ണിക്കുന്നു. അതുവരെ അതിനു മുമ്പുള്ളതായിട്ടുള്ള ഒരുക്കങ്ങൾ ആണ് ബാക്കി 4 ദശകങ്ങളിലും വർണ്ണിക്കുന്നത്. അപ്പം ഇവിടെ ആദ്യമായിട്ട് ശരത്കാലം വന്നു കഴിഞ്ഞു. ശരത്കാലം വരുമ്പോൾ പൊതുവേ സുഖകരമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ശരത്കാലത്തുണ്ടാവുക. ആ സമയത്ത് നല്ല ചന്ദ്രിക, നിലാവിന് നല്ല ശക്തി, നല്ല ഭംഗിയുള്ളതായിട്ടുള്ള നിലാവ് ആണ് അപ്പോൾ ഉള്ളത്. അങ്ങനെ ആ സമയത്ത് ഭഗവാൻ ഗോപീജനങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് നിവർത്തിപ്പിക്കാനായിട്ട് പുറപ്പെട്ടു എന്നാണ് ഇവിടെ പറയണത്. ഗോപീജനായ കഥിതം നിയമാവസാനേ. നിയമത്തിൻ്റെ അവസാനത്തിൽ, അതായത് ഗോപീജനങ്ങൾ, ഗോപസ്ത്രീകൾ അവിടെ ദേവിയുടെ രൂപം കാർത്യായനി പൂജ നടത്തി എന്നൊക്കെ പറയുകയുണ്ടായി. ഭഗവാൻ അവിടെ ചെന്ന് ആ സമയത്ത് ചെന്നിട്ട് അവർ ജലക്രീഡ നടത്തും. നിയമത്തിന് ശേഷം, ദേവീപൂജയ്ക്ക് ശേഷം ജലത്തിൽ വിഹരിക്കാനായിട്ട് വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ച് ജലത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് ഭഗവാൻ വസ്ത്രങ്ങൾ എടുത്തു പോയി മരക്കൊമ്പത്ത് വെച്ചു എന്നും അങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള ആ കഥ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അന്ന് ഒടുക്കം എന്താണ് പറഞ്ഞത്? ഞാൻ ഇനി ഇതിനുള്ളതായിട്ടുള്ള ഉത്തരം യമുനാതടത്തിൽ ചന്ദ്രിക നിറഞ്ഞതായിട്ടുള്ള രാത്രികൾ പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രാത്രികൾ പറയും എന്ന് പറഞ്ഞിട്ടുള്ളതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട്, സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇവിടെ ഓർമ്മിപ്പിക്കണത്. നിയമത്തിൻ്റെ അവസാനത്തിൽ, ഗോപസ്ത്രീകളുടെ പൂജയുടെ അവസാനത്തിൽ കഥിതം പറയപ്പെട്ടതായ, അങ്ങ് ഉറപ്പ് പറഞ്ഞതായിട്ടുള്ള ആ മാരോത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാമകേളി, അതായത് സ്ത്രീകളോടൊപ്പമുള്ളതായിട്ടുള്ള ആ വിഹാരം, രതി, അത് നിർവഹിക്കാനായിട്ട്, സാധിപ്പിക്കാനായിട്ട് ഗോപസ്ത്രീകളുടെ ആ അതിയായിട്ടുള്ളതായ മോഹം അത് സാധിപ്പിക്കാനായിട്ട് ഭഗവാൻ ഒരുങ്ങി എന്നാണ്. ഗോപീജനായ കഥിതം നിയമാവസാനേ, നിയമത്തിൻ്റെ അവസാനത്തിൽ, കാർത്യായനി പൂജയുടെ അവസാനത്തിൽ ഗോപീജനങ്ങളോട് പറഞ്ഞതായ ആ മാരോത്സവത്തെ സാധിപ്പിക്കാനായിട്ട്, മാരോത്സവം ത്വം അധ സാധയിതും പ്രവൃത്തഃ. ത്വം, അങ്ങ് അധ അനന്തരം ആ മാരോത്സവത്തെ സാധിപ്പിക്കാനായി പ്രവൃത്തഃ ഒരുമ്പെട്ടുകൊണ്ട്, മാരോത്സവം സാധയിതും, മാരോത്സവത്തെ സാധിപ്പിക്കാനായി പ്രവൃത്തഃ ഒരുമ്പെട്ടവനായി, സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ. സാന്ദ്രേണ ചാന്ദ്രമഹസാ, സാന്ദ്രമായ, അതായത് നല്ല അതിധാരാളമായിട്ടുള്ള ചാന്ദ്രമഹസ് നിലാവ്, ചന്ദ്രൻ്റേതായിട്ടുള്ള മഹസ് പ്രകാശം. അപ്പോൾ ആ ചാന്ദ്രമഹസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ്റേതായ മഹസ്, ചന്ദ്രപ്രകാശം, നിലാവ്. അത്യധികമായ നിലാവ് കൊണ്ട് ശിശിരീകൃതമായ ആശയോടുകൂടിയതായ അവസരത്തിൽ, അതായത് രാത്രി നല്ല നിലാവ്, നല്ല നിലാവുണ്ട്. അതുകൊണ്ട് ദിക്കുകൾ മുഴുവൻ ശിശിരീകൃതമായിരിക്കണു, തണുപ്പായിരിക്കണു. നിലാവ് നല്ലോണം ഉള്ളപ്പോൾ ആ അന്തരീക്ഷം ആകപ്പാടെ കൂടി തണുക്കും എന്നാണ്. അപ്പം അങ്ങനെ സാന്ദ്രമായ നിലാവ് കൊണ്ട് ആശകളെല്ലാം, ദിക്കുകളെല്ലാം തണുത്ത് കഴിഞ്ഞപ്പോൾ,
അല്ല കുളിർമ അനുഭവപ്പെട്ട് കഴിഞ്ഞപ്പോൾ, കുളിർമ ഉണ്ടായി കഴിഞ്ഞപ്പോൾ, സാന്ദ്രേണ ചാന്ദ്രമഹസ ശിശീകൃതാശേ, അങ്ങനെയുള്ളതായിട്ടുള്ള യമുനാവനാന്തേ, യമുനാവനത്തിൽ, യമുനയുടെ തീരത്തുള്ളതായ ആ വനത്തിനുള്ളിൽ, യമുനാവനാന്തേ, ചന്ദ്ര നിലാവ് കൊണ്ട് തണുത്തു കഴിഞ്ഞതായ ആ യമുനാതീരത്തുള്ള വനത്തിനുള്ളിൽ, പ്രാപൂരയ മുരളികാം, മുരളികാം പ്രാപൂരയ, മുരളികയെ, ഓടക്കുഴലിനെ പൂജിപ്പിച്ചു. ഓടക്കുഴലിനെ പൂജിപ്പിച്ചു എന്ന് വെച്ചാൽ ഓടക്കുഴൽ വിളിച്ചു എന്ന് സാരം. അതുകൊണ്ടുള്ളതായിട്ടുള്ള ഗാനാലാപം തുടങ്ങി. ഓടക്കുഴൽ കൊണ്ടുള്ളതായിട്ടുള്ള ഗാനാലാപം അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ വിളിയാണല്ലോ പ്രധാനമായിട്ടുള്ളത് കൃഷ്ണൻ്റെ. അപ്പം അങ്ങനെ അവിടെ ആ വനത്തിലിരുന്ന്, വനാന്തത്തിൽ, യമുനാതീരത്തുള്ള വനാന്തത്തിലിരുന്ന് അങ്ങ് ഓടക്കുഴൽ വിളിക്കാൻ തുടങ്ങി എന്നാണ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗോപസ്ത്രീകളെ അവിടെ വരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം ആ മനോഹരമായിട്ടുള്ള ആ ഓടക്കുഴൽനാദം പുറപ്പെടുവിച്ചത് എന്നാണ്. ഗോപീജനായ കചിത, ഗോപീജനങ്ങളോട് പറഞ്ഞതായ, അവർക്ക് വാഗ്ദാനം ചെയ്തതായ നിയമാവസാനത്തിൽ, അവരുടെ പൂജയുടെ, കാർത്യായനി പൂജയുടെ അവസാനത്തിൽ ഗോപീജനങ്ങളോട് പറഞ്ഞതായ ആ മാരോത്സവം, കാമ ഉത്സവം, അതിനെ സാധിപ്പിക്കാനായിട്ട്, സാധിച്ചു കൊടുക്കാനായിട്ട് ഒരുമ്പെട്ടതായ ത്വം, പ്രവൃത്തനായ ഒരുമ്പെട്ടതായ അങ്ങ് സാന്ദ്രേണ ചാന്ദ്രമഹസ, സാന്ദ്രമായ ഇടതിങ്ങിയതായ, അതായത് നല്ലവണ്ണമുള്ളതായിട്ടുള്ള അതിമനോഹരമായ ചന്ദ്രപ്രകാശം കൊണ്ട്, നിലാവ് കൊണ്ട്, ശിശിരീകൃതമായ ആശകളോടുകൂടിയ കുളിർമയോടുകൂടിയ ദിക്കുകളെല്ലാം കുളിർമയുണ്ടായതായ സമയത്ത്, യമുനാവനാന്തേ, അങ്ങനെയുള്ളതായിട്ടുള്ള ആ യമുനാവനത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട്, യമുനാവനത്തിലിരുന്നു കൊണ്ട് അങ്ങ് മുരളികാം പ്രാപൂരയ, മുരളികയെ, ഓടക്കുഴലിനെ വിളിച്ചു എന്ന്. അത് ഓടക്കുഴലിനെ പൂരിപ്പിച്ചു. അത് കാറ്റുകൊണ്ടാണല്ലോ, പൂരിപ്പിച്ചുകൊണ്ടാണല്ലോ ഓടക്കുഴൽ വിളി എന്ന്. ഇനി അത് കഴിഞ്ഞിട്ട് സമ്മൂർച്ഛനാഭിരുചിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യസ്തത്താദൃശം കമപി ചിത്തവിമോഹമാപൂ. ആ ഓടക്കുഴലിൻ്റെ വിളിയുടെ മനോഹാരിത, ആ മനോഹാരിതയും അതുകൊണ്ട് ഗോപസ്ത്രീകൾക്കുണ്ടായതായ ഭാവവ്യത്യാസവും ആണ് ഈ ശ്ലോകത്തിൽ പറയണത്. സമ്മൂർച്ഛനാഭി ഉദിതസ്വരമണ്ഡലാഭി, ഉദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛനാദിഭി, സമ്മൂർച്ഛനാഭി, സമ്മൂർച്ഛനകളെ കൊണ്ട്, സമ്മൂർച്ഛനകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വരങ്ങൾ, വ്യക്തമായിട്ടുള്ളതായ സപ്തസ്വരങ്ങൾ, അതിനെയാണ് സമ്മൂർച്ഛനകൾ എന്ന് പറയുന്നത്, സപ്തസ്വരങ്ങൾ. ആ സപ്തസ്വരങ്ങളുടെ ഉദിതസ്വരമണ്ഡലാഭി, താണും പൊങ്ങിയും ഇരിക്കുന്നതായിട്ടുള്ള സ്വരങ്ങളുടെ, ശബ്ദങ്ങളുടെ വിശേഷം, സ്വരങ്ങളുടെ വിശേഷം, വ്യത്യസ്തമായിട്ടുള്ളതായിട്ടുള്ള സ്വരങ്ങൾ, ഉയർന്നും താണും കൊണ്ടുവരുന്നതായിട്ടുള്ള വ്യത്യസ്ത സ്വരങ്ങളോടുകൂടിയ, വ്യത്യസ്ത സ്വഭാവത്തോടു കൂടിയതായ സമ്മൂർച്ഛനകളെ കൊണ്ട്, സപ്തസ്വരങ്ങളെ കൊണ്ട്, ഇത് ഓടക്കുഴലിൽ വിളിച്ചിട്ട്, കുഴലിൽ ശബ്ദം ഉണ്ടാക്കിയിട്ട് എന്നർത്ഥം. സമ്മൂർച്ഛനാഭി ഉദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തം അഖിലം ഭുവനാന്തരാളം, അഖിലം ഭുവനാന്തരാളം സമ്മൂർച്ഛയന്തം, അഖിലം ഭുവനാന്തരാളം, ഭുവനത്തിൻ്റെ അറ്റം വരെ, അന്തരാളം വരെ, അവസാനം വരെ, അതായത് എല്ലാ സർവ്വദിക്കിലും വളരെ ദൂരത്തേക്ക് പോലും സമ്മൂർച്ഛിപ്പിക്കുന്നതായിട്ടുള്ള ഈ സ്വരം കേട്ട്, അത്യധികം ദൂരത്ത് ഈ സ്വരം കേട്ട്, അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽനാദം കേട്ട് സമ്മൂർച്ഛ സംഭവിക്കുന്ന വിധത്തിൽ അത്ര മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുരളീനാദം എന്നാണ് പറയണത്. അങ്ങനെയുള്ളതായിട്ടുള്ള മുരളീനാദം കൊണ്ട് വേണു, അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയുടെ ആ മുരളീനാദം, വേണുനാദം ഉപകർണ്യ, അത് കേട്ടിട്ട്, അങ്ങയുടെ മുരളീനാദത്തെ ഉപകർണ്യ കേട്ടിട്ട്, തരുണ്യ, തരുണികളായ ആ ഗോപസ്ത്രീകൾ, പ്രായമധികമൊന്നും ആയിട്ടില്ല, കുട്ടികൾ തന്നെയാണ്,
പ്രായം എത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. തരുണ്യ തരുണികൾ, അതായത് ആ ഗോപസ്ത്രീകൾ, തരുണികളായ ആ ഗോപസ്ത്രീകൾ തത്താദൃശം കമപി ചിത്തവിമോഹം ആപുഹു. താദൃശം കമപി ചിത്തവിമോഹം ആപുഹു. കമപി ഏതോ ഒരു, അതായത് വർണ്ണിക്കാൻ വയ്യാത്തതായിട്ടുള്ള ഒരു ചിത്തവിമോഹത്തെ, ചിത്തഭ്രമത്തെ പ്രാപിച്ചു എന്നാണ്. അവർക്ക് എന്താ വേണ്ടത് നിശ്ചയില്ലാതെ കണ്ടുള്ള ഒരു അവസ്ഥ അവർക്കുണ്ടായി. ഈ വേണുനാഥം, അത്ര മനോഹരമായിട്ടുള്ള ആ വേണുനാഥം കേട്ടപ്പോൾ ആ തരുണികളായ ഗോപസ്ത്രീകൾക്ക് സ്വയം അടക്കാൻ വയ്യാത്തതായിട്ടുള്ള ഒരു ചിത്തഭ്രമം ഉണ്ടായി എന്നാണ് പറയണത്. തത്താദൃശം കമപി, തത്താദൃശം അപ്രകാരമുള്ളതായിട്ടുള്ള, അതായത് അതിനെ വർണ്ണിക്കാൻ വയ്യ, അതുപോലെ വേറെ ഒന്നുമില്ല. തത്താദൃശം, താദൃശമായിട്ടുള്ളത് അത് മാത്രമേ ഉള്ളൂ എന്നാണ്. അതുമാത്രം താദൃശമായിട്ടുള്ള, അതുപോലെ വേറെ ഒന്നുമില്ല. അങ്ങനെ ഉള്ളതായ ഒരു ചിത്തവിമോഹം അവർക്കുണ്ടായി. എന്താണ് പറയേണ്ടത് എന്ന് പറയാൻ മുക്തിയില്ലാത്തതായിട്ടുള്ള, വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു ചിത്തഭ്രമത്തെ, ചിത്തമോഹത്തെ പ്രാപിച്ചു ഗോപസ്ത്രീകൾ എന്നാണ്. സമ്മൂർച്ഛനാഭി ഉദിത സ്വരമണ്ഡലാഭി, ഉദിച്ചതായ, അതായത് താണും മുങ്ങിയും ഇരിക്കുന്നതായിട്ടുള്ള സ്വരമണ്ഡലങ്ങളെ കൊണ്ട്, സ്വരമണ്ഡലങ്ങളെ കൊണ്ട്, സമ്മൂർച്ഛനാഭി അങ്ങനെയുള്ളതായിട്ടുള്ള സപ്തസ്വരങ്ങളെ കൊണ്ട് സമ്മൂർച്ഛയന്തം അഖിലം ഭുവനാന്തരാളം, ഭുവനാന്തരാളത്തെ മുഴുവൻ മൂർച്ഛിപ്പിക്കുന്നതായിട്ടുള്ള, അതായത് വളരെ ദൂരത്തു പോലും കേൾക്കത്തക്ക വിധത്തിൽ അവരെയൊക്കെ മയക്കുന്ന വിധത്തിലുള്ളതായ ആ വേണുനാദം കേട്ടിട്ട്, ആ ഉപകർണ്യ അതിനെ കേട്ടിട്ട്, വിഭോ അല്ലയോ വിഭുവായിട്ടുള്ള സർവവ്യാപിയായ ഭഗവാനെ, വിഭോ തരുണ്യ, ആ തരുണികൾ, താരുണ്യയുക്തകളായ ആ ഗോപീജനങ്ങൾ തത്താദൃശം കമപി ചിത്തവിമോഹമാപുഹു, അപ്പോൾ വർണ്ണിക്കാൻ വയ്യാത്തതായ, അതുപോലെ വേറൊന്നില്ലാത്തതായ കമപി അവർണ്ണനീയമായ ഒരു ചിത്തവിമോഹത്തെ പ്രാപിച്ചു എന്ന്. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരുത്സവം ത്വമഥ സാധയിതും പ്രവൃത്ത സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികം യമുനാവനാന്തേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. നാരീജനത്തിനധ പൂജ കഴിഞ്ഞ നാളിൽ മാരോത്സവത്തിനു കൊടുത്ത വരം നടത്താൻ പാരം കുളിർത്ത മധുചന്ദ്രികയൂറിടുന്നോരാറിൻ കരയ്ക്കു കുഴലൂതി വനത്തിലങ്ങും. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യസ്തത്താദൃശം കമപി ചിത്തവിമോഹമാപൂ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. സപ്തസ്വരങ്ങളെയുമേറ്റിയിറക്കി നന്നായുതീ ചരാചര വിമോഹനമായ ഗാനം നിൻ വേണു നിർഗളിത ഗാനമതങ്ങു കേട്ടിട്ടന്യാദൃശം ഭ്രമമതേറിയവർക്കു ചിത്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.